വടക്കൻ കേരളത്തിലേക്കാണ് പോകുന്നത്. പ്രധാനമായും പ്രേക്ഷകർക്കറിയാം രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ്. അത് വലിയ വാർത്തയാവുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ അദ്ദേഹത്തിന് വിവിധ റോഡ് ഷോകളുണ്ട്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണമുണ്ട്. വ്യക്തിഹത്യയും അപവാദ പ്രചാരണവും നേരിടുന്നതായി LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെ പരാതിയുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒട്ടനവധി തെരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ്. കോഴിക്കോടേക്ക് വരുമ്പോൾ ഷബീർ ഒമറിലേക്ക് പോവുകയാണ്. ഷബീർ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഷബീറിന് നിന്ന് തിരിയാൻ നേരമില്ലാത്ത തിരക്കുള്ള ഒരു ദിവസമായിരിക്കും എന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റുമില്ല അല്ലേ? തീർച്ചയായും ജിൽസി. ഷബീർ, അതായത് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ തന്നെ, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് വടക്കൻ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നൽകാനുള്ളത്. അതെ, ഇന്നലെയും രാഹുൽ ഗാന്ധി വയനാട്ടിലും കോഴിക്കോടുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. വയനാട്ടിലെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളും കവർ ചെയ്യുന്ന തരത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസത്തെ റോഡ് ഷോ. ഒപ്പം തന്നെ കോഴിക്കോട്ട് UDF മഹാറാലിയിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തു. കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDF പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ടാകുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ആ നിലയ്ക്ക് അവർ അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കുന്നുണ്ട് എന്നാണ് നേതാക്കളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നുകൂടി രാഹുൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ റോഡ് ഷോകളൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവമ്പാടി മണ്ഡലത്തിലെ കുടിയത്തൂരിലെ ഒരു റോഡ് ഷോ സംഘടിപ്പിക്കുന്നു. ഈ റോഡ് ഷോയോടെയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. അപ്പോൾ തന്നെ മറ്റ് 3 നിയോജക മണ്ഡലങ്ങളിൽ കൂടി, അത് 3ഉം മലപ്പുറം ജില്ലയിലാണ്, നിലമ്പൂർ, ഒപ്പം തന്നെ വണ്ടൂർ, ഏറനാട് എന്നീ 3 നിയോജക മണ്ഡലങ്ങളിൽ കൂടി രാഹുൽ ഗാന്ധി വിവിധ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. റോഡ് ഷോകളുണ്ട്, ഒപ്പം തന്നെ ഈ ജനങ്ങളുമായി സംവദിക്കുന്ന പരിപാടിയുണ്ട്. ആ നിലയ്ക്കുള്ള പ്രചാരണ പരിപാടികളാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്യുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ നിലയ്ക്ക് ഈ പരസ്യപ്രചാരണം അവസാനിക്കുന്നതിന് മുമ്പ് പരമാവധി വോട്ടർമാരിലേക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ എത്തിക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ പ്രചാരണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരക്കിട്ട പ്രചാരണമാണ് എല്ലാ മുന്നണികളിലും നടത്തുന്നത്. അതിൽ തന്നെ കണ്ണൂരും കാസർഗോഡും ഇന്ന് CPMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് താരപ്രചാരകനായ DK ശിവകുമാർ, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഇന്ന് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലും കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സജീവമാണ്. കണ്ണൂരും കാസർഗോഡും പ്രതിപക്ഷ നേതാവിന് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുണ്ട്. ഈ നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തന്നെ എല്ലാ മുന്നണികളും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിനിടെയാണ് വടകരയിൽ നിന്ന് കഴിഞ്ഞ ദിവസം LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ ഒരു പരാതി ഉന്നയിക്കുന്നുണ്ട്. അവർക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നു, അപവാദ പ്രചാരണം നടത്തുന്നു. തുടക്കം മുതൽ തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ ശൈലജ ടീച്ചർ ഈ ആരോപണം ഉന്നയിക്കുന്നതാണ്. ഇന്നലെ അവർ വൈകാരികമായി ഒരു പത്രസമ്മേളനം വിളിച്ചാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. തനിക്കെതിരെ വ്യാപകമായ തരത്തിൽ മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ വ്യക്തിഹത്യ നടത്തുന്നു, ഈ അപവാദ പ്രചാരണം നടത്തുന്നു, മോർഫ് ചെയ്ത ചിത്രം ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നതാണ് ശൈലജ ടീച്ചറുടെ പരാതി. എന്തായാലും ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നാണ് ശൈലജ ടീച്ചർ അറിയിച്ചിട്ടുള്ളത്. ആ നിലയ്ക്ക് അവർ മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വടകരയിൽ ഉൾപ്പെടെ എല്ലാ മണ്ഡലങ്ങളിലും കോഴിക്കോടും വടകരയിലും അടക്കം വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും മുൻപിലെത്താനുള്ള ശ്രമമാണ് മുന്നണികളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. തീർച്ചയായും.